പുത്തൻ തലമുറ തന്റെ ജീവിതം കണ്ടുപഠിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബി കമാൽ പാഷ. ജന്മനാടായ അഞ്ചലിൽ ബാർ അസോസിയേഷൻ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷം ഈ അഞ്ചൽ കോളേജിൽ പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സിൽ ബസ്സൊന്നുമില്ല. 5 കിലോമീറ്ററോളം 5 മുതൽ 6 കിലോമീറ്ററെങ്കിലും വരും രാജ്യത്തിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടുന്ന് നടന്ന് വളരെ കഷ്ടപ്പെട്ട് മഴയൊക്കെ നിലനിൽച്ച് ഞാൻ 5 വർഷം, അതായത് ഒരു ദിവസം 15 കിലോമീറ്ററോളം നടന്ന് സഞ്ചരിച്ച് പഠിച്ച ആളാണ്. ആ രീതിയിൽ പഠിച്ചു. അതിന് 3 വർഷം ഈ സ്കൂളിനെ നമ്മൾ പറയുന്നത് ചന്ത പള്ളിക്കൂടമെന്നാണ്. ചന്ത സ്കൂളെന്നല്ല, അവിടെ പറയുന്നത് ചന്ത പള്ളിക്കൂടം. ഈ സ്കൂളിൽ രണ്ടാമത്തെ ബാച്ചായിരുന്നു, രണ്ടാമത്തെയും മൂന്നാമത്തെയും ബാച്ചായിരുന്നു ഞാൻ അവിടെ പഠിച്ചിരുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, അവൈലബിളല്ല. കിട്ടിയ സ്ഥലത്തൊക്കെ പഠിച്ചു, കിട്ടിയതുപോലെ പഠിച്ചു. ഏതായാലും ഈ നിലയിലെത്തിയായി. അത് സ്ഥിരോത്സാഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എല്ലാം പറയാൻ പറ്റുന്നില്ല. ആണ്. പക്ഷേ അത് ആലോചിച്ച് നോക്കിയാൽ, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സമ്മാനമൊക്കെ വാങ്ങിക്കാൻ കൂടുതൽ പഠിക്കാനുള്ള ആളുകളാണ്. നേരത്തെ ഇതുപോലെ പറഞ്ഞതുപോലെ ഒരു റോൾ മോഡലൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്റെ ജീവിതം കണ്ട് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. തന്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെന്ന ചിന്തയാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നും കമാൽ പാഷ പറഞ്ഞു. പുനലൂർ ബാർ അസോസിയേഷന്റെയും അർപ്പിത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കമാൽ പാഷയ്ക്ക് പൌരസ്വീകരണം ഒരുക്കിയത്. അഞ്ചൽ റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഞ്ചൽ എസ് പ്രസന്നകുമാർ അധ്യക്ഷനായി. അർപ്പിത ആശ്രയ കേന്ദ്രം ജനറൽ സെക്രട്ടറി അഞ്ചൽ ടി സജീവൻ സ്വാഗതം പറഞ്ഞു. ഡിസിസി പ്രസിഡന്റ് പ്രതാപ് ഓർമ്മത്തമ്പാൻ ആമുഖ പ്രസംഗം നടത്തി. റവറന്റ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ കഴിഞ്ഞ 17-18 വർഷം അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ നാട്ടിലുള്ള സേവനം ഏതാനും വിധതീർപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഈ മേഖലയിൽ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്നും ഭയപ്പെട്ട ഒരു സംസ്കാരം നിലനിർത്താൻ വേണ്ടി ലക്ഷ്യബോധത്തോടെ ധീരതയോടെ പ്രവർത്തിക്കുന്ന ഒരു ന്യായാധിപന്റെ സാന്നിധ്യം, എന്തിനേയും അഭിമുഖീകരിക്കേണ്ട നീതിബോധം നിലനിൽക്കുന്ന, ധീരത പ്രകടമാക്കുന്ന, എല്ലാത്തിനെയും തലനാരിയുടെ കീഴിൽ പരിശോധിച്ച് തെറ്റും ശരിയും വിവേചിക്കാൻ മെനക്കെടുന്ന തൻ്റെ ദൗത്യം ഒരു വിശുദ്ധ കർമ്മമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ ഈ ന്യായാധിപനായിരിക്കുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തെ ബലിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വന്യനായ ശ്രീ ബി കമാൽ പാഷ. കൊല്ലം MP N പീതാംബരക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ചാമക്കാല ജ്യോതികുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ, കേരള ഹൌസിംഗ് ബോർഡ് ചെയർമാൻ അറക്കൽ ബാലകൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ VK ജയകുമാർ, ഫിലിം സെൻസർ ബോർഡ് അംഗം സൈമൺ അലക്സ്, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് S ദേവരാജൻ, ഏറം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ രേഷ്മ, +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ആശാ രമേശ്, ബാലസംവിധായകൻ ആരോമൽ സത്യൻ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.